ഹായ് ഫ്രണ്ട്സ്, മംസ് ഫേവറേറ്റ്സിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച ദീപാവലിയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദീപാവലി സ്പെഷ്യൽ കോക്കനട്ട് ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. കോക്കനട്ട് ബർഫി വളരെ സ്വീറ്റും അതേസമയം വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒന്നാണ്. ഇത് ബേസിക്കലി ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് കോക്കനട്ട് ബർഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. കോക്കനട്ട് ബർഫി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് റവ. ഇത് വറുത്ത റവയല്ല, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് പഞ്ചസാര വേണം. 1 കപ്പ് പാല്, പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയത്. ഇതുകൂടാതെ 1/4 കപ്പ് നെയ്യ് വേണം. പിന്നെ വേണ്ടത് പൈനാപ്പിൾ എസൻസും കളർ പൗഡറുമാണ്. ഇത് രണ്ടും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബർഫി തയ്യാറാക്കുന്നതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇവ ഓരോന്നും ഇടാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചീനച്ചട്ടിയിലേക്ക് ആദ്യം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർക്കാം. പിന്നെ നമുക്ക് തേങ്ങ ചിരവിയത് ഇടാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/4 കപ്പ് നെയ്യാണ് ഇവിടെ ചേർക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, ഒരു 1/2 കപ്പോളൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. ഒരു നുള്ളു കളർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം. ആദ്യം തീ കൂട്ടിയിടാം. തിള വന്ന് തുടങ്ങിയാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. 2-3 മിനിറ്റ് മതി തിളയ്ക്കാനായിട്ട്. പിന്നെ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. കോക്കനട്ട് ബർഫി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആയതുകൊണ്ട് പഞ്ചസാരയും നെയ്യും കൂടുതൽ ചേർക്കാം. ഇപ്പോൾ മിക്സ് മുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി തീ വളരെ കുറച്ചേ പാടുള്ളൂ. ഫ്ലെയിം സിമ്മിലിട്ടാൽ മതി. ചട്ടുകം കൊണ്ട് ഇളക്കുന്നതായിരിക്കും കൂടുതൽ കംഫർട്ട്. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ചുറ്റും ഇങ്ങനെ പഞ്ചസാര വിളഞ്ഞു വരുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇടണം. ഞാനിവിടെ ഈ ബോക്സിലാണ് ഫില്ല് ചെയ്യുന്നത്.
ഒരു പരന്ന പാത്രത്തിലേക്കാണ് മിക്സ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പരത്തി അപ്പോൾ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ മിക്സ് പെട്ടെന്ന് തന്നെ ഉറച്ചു പോകും. ചൂടാറിയതിന് ശേഷം ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ കോക്കനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുപ്പിയിലോ ടിന്നിലോ ഇട്ട് അടച്ചു വെച്ചാൽ വളരെ ദിവസം കേടാകാതിരിക്കും. ഗസ്റ്റിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് സ്നാക്സ് ആണിത്. മാത്രമല്ല നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് നമുക്ക് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. താങ്ക് യു.